അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ 6 നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. വിവാഹമായാലും സൽക്കാരമായാലും നിക്കാഹായാലും മറ്റുള്ള ഒരുപാട് പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നിത്യ കാഴ്ചയാണ് ഒരുപാട് ഭക്ഷണങ്ങൾ വെറുതെ വേസ്റ്റാക്കിക്കൊണ്ട് കളയുക എന്നുള്ളത്. കാരണം അത് സുന്നത്തിനെതിരാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അക്കല മാ യസ്ഖുതു മിൻ മാഇദ, തൻ്റെ ഭക്ഷണ തളികയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭക്ഷണം ആരാണ് ഭക്ഷിക്കുന്നതെങ്കിൽ ആശ ഫീ സഅതിഹി, അവൻ്റെ ഭക്ഷണത്തിൽ അല്ലാഹു തആല വിശാലത ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സുന്നത്തിനെതിരാണ് യഥേഷ്ടം ഭക്ഷണം ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ വേസ്റ്റാക്കിക്കൊണ്ട് കുത്തിക്കൊണ്ടൊക്കെ കുഴിച്ചിടുന്ന ഒരു അപകടകരമായ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളൊക്കെ കണ്ടുവരാം. അങ്ങനത്തെ ആളുകൾ ആരാണ്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായിക്കൊണ്ടും ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നവർ അവർ പിശാചിൻ്റെ കൂട്ടുകാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് കിട്ടുന്ന അദാബ് എന്ന് പറഞ്ഞാൽ അവരെ മക്കൾക്കോ മക്കൾക്കോ ബുദ്ധിപരമായി കൊണ്ടുള്ള ഒരുപാട് തകരാറ് സംഭവിക്കും. ഭ്രാന്ത് പോലത്തെ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം പോലത്തെ ഒരുപാട് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഈ ഭക്ഷണം വേസ്റ്റാക്കുന്ന ആളുകളെ പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭക്ഷണം അനാവശ്യമായി കൊണ്ട് വേസ്റ്റാക്കുമ്പോൾ എത്രത്തോളം അപകടകരമാണ് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ.